റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യും. ആത്മാവിൻ്റെ ജീവൻ പുറത്തേക്കൊഴുക്കണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, ആത്മാവിൻ്റെ ശത്രു ജഡം ആണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരിൽ ജഡം ജീവിക്കുവാൻ പാടില്ല. ജഡം തകർക്കപ്പെടണം. ജഡസ്വഭാവം ഒരു വിശ്വാസിയിൽ ഉണർന്ന് ജീവിക്കുന്നിടത്തോളം അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനാണ്. അവൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ്. അവൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ ആത്മാവ്, അർത്ഥാൽ അകത്തെ മനുഷ്യൻ വിടുവിക്കപ്പെട്ടവനായിരിക്കണം. പലപ്പോഴും ഒരുവന്റെ അകത്തെ മനുഷ്യൻ അവനിലുള്ള പുറത്തെ മനുഷ്യനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടാകും. ആ ബന്ധനാവസ്ഥ തകർക്കപ്പെടുവാനിടയാണ്. ദൈവരാജ്യത്തിൻ്റെ വേല ദൈവം ഓരോ വിശ്വാസികളെയും ഏൽപ്പിച്ചിരിക്കുന്നതിന് ആ വേല ചെയ്തെടുക്കുവാൻ കഴിയാതെയുള്ള തടസ്സം സൃഷ്ടിക്കുന്നത് പലപ്പോഴും ബാഹ്യശക്തികളല്ല. തൻ്റെ വേലയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സം എന്നത് താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയും. ഒരു വിശ്വാസിയുടെ പുറത്തെ മനുഷ്യൻ തൻ്റെ അകത്തെ മനുഷ്യനെതിരായി നിൽക്കുമ്പോൾ അവന് വേണ്ടും വണ്ണം ആത്മാവിൻ്റെ പ്രവൃത്തിക്കായി നിലകൊള്ളുവാൻ കഴിയാതെ പോകുന്നു. അകത്തെ മനുഷ്യൻ ഒരു ദിശയിലേക്കും പുറത്തെ മനുഷ്യൻ മറ്റൊരു ദിശയിലേക്കും നീങ്ങുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ജീവന് ചലിക്കുവാനാകാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഒരു ദൈവ പൈതൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത്. എഫേസ്യ ലേഖനത്തിൽ ഇതിന് മാതൃകയായി പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എഫേസ്യ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് തന്റെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു: ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ തങ്ങളെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന ഭാഗത്ത് ഓർപ്പിക്കുന്നു. പ്രിയരെ, അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുന്ന ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് കഴിയും. അകത്തെ മനുഷ്യനിലാണ് ദൈവാത്മാവ് വസിക്കുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെയും ജീവനെയും വിശ്വാസിയുടെ അകത്തെ മനുഷ്യനിൽ ആക്കി വച്ചിരിക്കുന്നു. അകത്തെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പുറത്തെ മനുഷ്യനുള്ള ജഡമാകരുത്. ദൈവാത്മാവ് തന്നെ ആയിരിക്കണം നമ്മുടെ അകത്തെ മനുഷ്യന്റെ നിയന്ത്രണം നടത്തേണ്ടത്. അനേക വിശ്വാസികളുടെയും പ്രധാന പ്രശ്നം അവരുടെ അകത്തെ മനുഷ്യന് അവരുടെ പുറത്തെ മനുഷ്യനെ തകർത്ത് പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. അകത്തെ മനുഷ്യൻ വിടുവിക്കപ്പെടേണ്ടതിന് പുറത്തെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്ന് ശക്തിയോടെ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വേലയ്ക്ക് നേരെയുള്ള ഒന്നാമത്തെ തടസ്സമെന്നത് മറ്റൊന്നുമല്ല, നാം തന്നെയാണ്. അകത്തെ മനുഷ്യൻ ജഡത്താൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കില്ല, നമ്മിൽ നിന്ന് ജീവൻ വ്യാപരിക്കുകയില്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയാതെയും വരും. അതുകൊണ്ട് ജഡം മരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചാകുന്നുവെങ്കിലോ
അത് വളരെ ഫലം കായ്ക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. പ്രിയരെ, കോതമ്പിന്റെ പുറന്തോടിനുള്ളിലാണ് ജീവൻ ഇരിക്കുന്നത്. പുറന്തോട് വളരെ ശക്തമാണ്. അകത്തെ ജീവൻ പുറത്തു വരാത്ത നിലയിൽ ബലപ്പെട്ടതാണത്. പുറന്തോട് തകർക്കപ്പെടാത്തിടത്തോളം ജീവന് വളരുവാൻ കഴിയില്ല. കോതമ്പുമണി നിലത്ത് വീണ് ചാകണം. ഇവിടെ ഒരു മരണം നടക്കേണ്ടത് അനിവാര്യം. കോതമ്പുമണിയുടെ മേൽ ഭൂമിയുടെ പരപ്പിലെ ചൂടും ഈർപ്പവും അടിച്ച് അതിൻ്റെ പുറന്തോട് പൊട്ടുമാറായി അകത്തെ ജീവൻ വളർന്നു തുടങ്ങുന്നു. ആ ജീവൻ പുറത്തു വരാൻ കാരണമായത് പുറന്തോട് തകർന്നു എന്നുള്ളതിനാലാണ്. യോഹന്നാൻ 12 വായിക്കുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ജീവൻ ദേഹിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ ജീവൻ പുറന്തോടാണ്. എന്നാൽ ഈ പുറന്തോടിനുള്ളിൽ അകത്ത ഒരു ജീവനുണ്ട്. അത് നിത്യജീവനാണ്. അകത്തെ ജീവൻ വിടുവിക്കപ്പെടുന്നതിന് പുറത്തെ മനുഷ്യൻ ഒരു നഷ്ടം അനുഭവിക്കണം. പുറമെയുള്ളത് തകരുന്നില്ലെങ്കിൽ അകമയുള്ളത് വിടുവിക്കപ്പെടുവാൻ കഴിയുകയുമില്ല. കൂടപ്പിറപ്പുകളെ, നമ്മിൽ കർത്താവ് പ്രസാദിക്കുന്നത് നമ്മുടെ അകത്തുള്ള ജീവന്റെ ആത്മാവ് നമ്മിൽ നിന്നും പുറത്തേക്ക് ഒഴുകുമ്പോഴാണ്. ജീവന്റെ ആത്മാവ് പുറത്തേക്ക് ഒഴുകുവാൻ നാം അനുവദിക്കുന്നു. അപ്പോഴാണ് നാം സഭയ്ക്ക് അനുഗ്രഹമായി തീരുന്നത്. നമ്മിലൂടെ ദൈവകൃപയുടെ സന്തോഷം അനേകർ അനുഭവിക്കുവാൻ ഇടയാകുന്നത്. അതിന് നമ്മുടെ അകത്തെ ജീവനെ തടഞ്ഞു നിർത്തുന്ന ജഡസ്വഭാവം എന്ന പുറന്തോട് തകർക്കപ്പെടും. അതിനായി നാം ദൈവവചന മുൻപാകെ, പരിശുദ്ധാത്മശക്തിയുടെ നടത്തിപ്പിന് മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുകയും നമ്മെ തന്നെ ഒരുക്കി ഏൽപ്പിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനത്തിൻ്റെ കേൾവിയുടെ മുൻപാകെ ഇന്ന് പ്രഭാതത്തിലും ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ആത്മാവിൻ്റെ ജീവൻ പുറത്തേക്ക് ഒഴുകണം എന്ന ഒരു സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രകാരം ഞങ്ങളുടെ കർത്താവെ, പുറന്തോടിനെ ഒന്ന് തകർത്ത് അകത്തെ ജീവൻ പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഒരു ആത്മീക ജീവിത നിലവാരം കൈവരിച്ച് മുന്നേറുവാൻ ഇന്ന് പകലിൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണം. ദൈവ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വചനത്തിൻ്റെ സ്വാധീന ശക്തിയാൽ തന്നെ നയിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവ് ഇടയാകണം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്നിൻ്റെ അനുഗ്രഹങ്ങൾ അവകാശമാക്കിയെടുത്ത് അനുഭവിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കർത്താവ് കൃപ തന്നാട്ട്. മഹത്വം അങ്ങയ്ക്ക്. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.